ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അതിഥി സൽക്കാരം എന്നൊരു ഭാഗമുണ്ട്. അതിഥി സൽക്കാരം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് അതിഥി സൽക്കാരം. അപ്പോൾ സ്റ്റോറി നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് അബ്രഹാമിന്റെ വീട്ടിലേക്ക് 3 ദൂതന്മാർ കടന്നു വരുന്നു. ആ 3 ദൂതന്മാരെ സ്വീകരിക്കുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ്, അല്ലേ? നമുക്കറിയാം, അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ആ കൂടാരവാതിൽക്കലിൽ നിന്ന് നമ്മൾ ആ 1ഉം 2ഉം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്, ഒന്ന് വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ, 1ഉം 2ഉം വാക്യങ്ങൾ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. വളരെ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ആ അബ്രഹാമിന്റെ ആ ഫാമിലി സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാണ്. കാരണം അബ്രഹാം വളരെ വെയിലുള്ള ഒരു സമയത്ത് താൻ കൂടാരവാതിൽക്കലിരിക്കുകയാണ്. ആ ഇരിക്കുന്ന ആ രീതിയൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ വ്യത്യസ്തമാണ്. കാരണം തല പൊക്കി നോക്കിയപ്പോൾ 3 ദൂതന്മാർ തന്റെ നേരെ നിൽക്കുന്നു. അത് വ്യത്യസ്തമാണ്. കാരണം അപ്പൊ അബ്രഹാമിന്റെ തല എങ്ങനെ ഇരുന്നു എന്നാ? കുനിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അബ്രഹാമിന്റെ തല കുനിഞ്ഞിരിക്കാൻ കാരണം എന്താണ്? നമ്മൾ നോക്കുമ്പോ യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വെയിൽ ഉറച്ചപ്പോൾ കൂടാരവാതിൽക്കലിരിക്കും. കാരണം വെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ആത്മീയ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അബ്രഹാമിന്റെ തല നിവർക്കാൻ കഴിയാത്ത വിധത്തിലെ പ്രതികൂലത്തിന്റെ വെയിലായിരിക്കാം. കാരണം വീടിനകത്ത് നടക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ തൊട്ട് പുറകിലത്തെ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് അവിടെ ഇസ്മായേലിന്റെ ജനനം, ഹാഗറിന്റെ ഇടപെടൽ, അതിനകത്ത് സാറയുടെ ഇടപെടൽ, ഇതെല്ലാം വലിയ പ്രശ്ന സങ്കീർണമായ ഒരു സാഹചര്യം ആ വീടിനകത്തുണ്ടെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ പ്രശ്ന സങ്കീർണമായ ഒരു സാഹചര്യം. കാരണം ആ വീട്ടിൽ അബ്രഹാമിന് ആ സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നെങ്കിലേ പറ്റൂ ആ സിറ്റുവേഷനിൽ എത്തി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാവുന്ന ഞാൻ കരുതുകയാണ്. ചില സന്ദർഭത്തിൽ നമ്മുടെ വീടുകൾക്കും ഇതുപോലെയുള്ള പ്രതികൂലം ഉണ്ടാവും. കാരണം ദൈവം പ്രവർത്തിക്കാതെ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതം സംഭവിക്കാറുണ്ട്. കാരണം ചിലപ്പോൾ വീടിനകത്തെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ പുറത്തെ പ്രശ്നങ്ങൾ വീടിനകത്ത്